നമസ്കാരം, നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കിളിമീനും അമ്പഴങ്ങയും കൂടി മുളക് ചാറ് വെക്കാനായിട്ടാണ് എടുത്തേക്കണത്. കിളിമീൻ നമ്മൾ മുള്ളൊക്കെ വെട്ടി നന്നാക്കി വൃത്തിയാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പഴങ്ങയും നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. സാധാരണ വയ്ക്കും പോലെ തന്നെയാണ്, ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. നമ്മൾ അടപ്പ് കത്തിച്ചിട്ടുണ്ട്. അകത്ത അടപ്പിലാണ് ഞാൻ കറി വയ്ക്കുന്നത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി ഇത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അമ്പഴങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് സവാളയും പച്ചമുളകൊക്കെ വഴന്ന ശേഷം നമുക്ക് അമ്പഴങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാല ഇത് ചേർത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. അമ്പഴങ്ങയ്ക്ക് അധികം വേവില്ലാത്തതാണ്. കിളിമീനും അധികം വേവില്ലാത്തതാണ്. ഒരു 10-20 മിനിറ്റ് അടുപ്പത്ത് ഇരുന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് ഇറക്കാം. നമുക്ക് ചാറൊക്കെ വറ്റിയൊന്നൊന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ അമ്പഴങ്ങ വെന്താന്ന് നോക്കാം. നമുക്ക് അമ്പഴങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാട്ടോ കറി. ഒരുപാട് ചാറ് വറ്റണ്ട. നല്ലോണം ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് കറി ഇറക്കാം. അപ്പം നമ്മുടെ അമ്പഴങ്ങയും കിളിമീനും കൂടി മുളക് ചാറ് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.